ഹായ് സുഹൃത്തുക്കളെ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് CCTV സിസ്റ്റത്തിലെ ഹൈ ഫോക്കസിൻ്റെ NVR, POE സ്വിച്ച്, ക്യാമറ സ്പെഷ്യലാണ് കേട്ടോ. 4 MB ക്ലാരിറ്റി ഉള്ള ഡാർക്ക് ഹണ്ടർ എന്ന് പറയുന്ന ഹൈ ഫോക്കസിൻ്റെ ക്യാമറ. ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ളതാണ്. ഈ ഒരു ക്യാമറയുടെ രാത്രിയിലെ പിക്ചർ നിങ്ങളൊന്ന് കണ്ടു നോക്കും. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് കാണാം. ഹൈ ഫോക്കസിൻ്റെ 8 ചാനൽ പോർട്ടുള്ള, അതായത് 8 ചാനലിൻ്റെ NVR ആണ് ഇത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് കാണാനായിട്ട് നോക്കുന്നത്. ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് കാണിക്കാമെന്ന് പറഞ്ഞാൽ POE സ്വിച്ച്. ഇതും ഹൈ ഫോക്കസിൻ്റെയാണ്. 4 ചാനലും 8 ചാനലും ഒക്കെ അവൈലബിൾ ആണ് ഈ ഒരു ഹൈ ഫോക്കസിൻ്റെ POE സ്വിച്ച്. അപ്പോൾ നമുക്ക് ഇതൊക്കെ വെച്ചിട്ട് ചാലുവാക്കാനാണ് ഇന്നത്തെ ഉദ്ദേശം. അതുപോലെ തന്നെ ഹൈ ഫോക്കസിൻ്റെ 4 MB ക്ലാരിറ്റി ഉള്ള IP ക്യാമറ. ഇത് ഡാർക്ക് ഹണ്ടർ എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. അപ്പോൾ കമ്പനി ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന പറഞ്ഞാൽ അൾട്രാ ലോ ലൈറ്റ് സ്റ്റാർവിങ്സ് എന്നാണ്. ഇതൊരു ഡാർക്ക് ഹണ്ടറാണ്. ഇതിൻ്റെ ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞാൽ മതി. എൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം. ഈ ഒരു വീഡിയോയുടെ ഇതിൻ്റെ കൂടെ തന്നെ രാത്രിയിലെ പിക്ചർ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ പിക്ചർ നിങ്ങൾ കണ്ടു നോക്കണം. നമുക്ക് സ്പെഷ്യലായിട്ട് രാത്രിയിലാണ് കൂടുതലായിട്ട് നമുക്ക് പിക്ചർ ക്ലാരിറ്റി ആയിട്ട് ആവശ്യം വരുന്നത്. അപ്പോൾ ഈ ഒരു ക്യാമറയുടെ പെർഫോമൻസ് ഞാൻ ഇവിടെ വെച്ച് തന്നെ ഇത് ചാലുവാക്കിയിട്ട് രാത്രിയിലുള്ള പിക്ചർ നിങ്ങളെ കാണിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ 2 MB IP ക്യാമറ അവൈലബിൾ ആണ്, ഫുൾ കളറാണ്. അപ്പോൾ ഇന്ന് ഞാനിത് ചാലുവാക്കുന്ന സൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ ഇപ്പോൾ തന്നെ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഈ ഒരു സൈറ്റ് ഇതിപ്പോൾ നമ്മൾ ഉച്ച നേരത്തെ എടുക്കുന്ന ഒരു പിക്ചറാണ്. ഈ ഉച്ച നേരത്തെ ഈ ഒരു പിക്ചർ നിങ്ങൾക്ക് രാത്രി സമയം ഏത് രീതിയിലായിരിക്കും നമുക്ക് ഈ ഒരു പിക്ചർ കിട്ടുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇത് നോക്കിക്കോണം. ഇതുപോലെ ഈ സൈഡിൽ ഞാനൊരു ക്യാമറ വെച്ചിട്ട് ഇന്ന് നിങ്ങളെ രാത്രിയിൽ പിക്ചർ കാണിക്കുന്നു. ഈ പിക്ചർ. അപ്പം ഞാൻ എൻ്റെ ക്യാമറ നാണ്ട് ഈ ഒരു പൊസിഷനിലായിരിക്കും നമ്മുടെ ക്യാമറ വയ്ക്കാൻ പോകുന്നത്. ഈ ഒരു ക്യാമറ വെച്ചിട്ട് നമ്മുടെ ഈ അപ്പുറത്തെ ആ ഒരു സൈഡിലേക്കുള്ള വ്യൂ നമുക്ക് എങ്ങനെ കാണാനൊക്കുമെന്ന്, അതായത് ഉച്ചയ്ക്കുള്ള ഈ ഒരു പിക്ചർ ഇപ്പോൾ രാത്രിയിൽ നമുക്ക് ഈ ഒരു ക്യാമറ വെച്ച് ചാലുവാക്കിയിട്ട് ഈ ഒരു പിക്ചർ എങ്ങനെയുണ്ടെന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതായത് ഈ ഒരു ക്യാമറയുടെ പെർഫോമൻസ്, അതായത് ഇപ്പോൾ ഈ കാണുന്ന ഒരു പിക്ചർ ഉണ്ടല്ലോ, ഈ കാണുന്ന ഉച്ച നേരത്തെ ഈ ഒരു പിക്ചറും രാത്രിയിലത്തെ പിക്ചറും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ ഇല്ലെന്നുള്ളത് ഇപ്പം നിങ്ങൾക്ക് കാണാമല്ലോ. ഇപ്പോഴത്തെ പിക്ചർ കാണാമല്ലോ. ഈ ഒരു പിക്ചർ തന്നെ ആയിരിക്കും നമുക്ക് രാത്രി കണ്ടുപോകേണ്ടത്. എന്നിട്ട് നിങ്ങൾ പറയണം ഈ ഒരു ക്യാമറയുടെ അഭിപ്രായം. അപ്പോൾ നമുക്ക് രാത്രിയിലെ പിക്ചറിലേക്ക് പോകാം. സുഹൃത്തുക്കളെ, നമ്മൾ രാത്രി 9 മണിക്ക് ശേഷമുള്ള ഒരു ഇരുട്ട് സമയത്താണ്, അതായത് നല്ല ഇരുട്ട്, വെളിയിലെങ്ങും വെട്ടമൊന്നുമില്ല, നല്ല ഇരുട്ടുള്ള സമയത്താണ് നമ്മളിത് വീണ്ടും ചാലുവാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ, അതായത് ഞാനൊരു ഈ 22 ഇഞ്ചിൻ്റെ ഒരു LED സ്ക്രീനിലാണ് ഞാനിത് ചാലുവാക്കിയിരിക്കുന്നത്. അപ്പം ഞാൻ വെളിയിൽ നിന്ന് ഇത് ഷൂട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. എൻ്റെ പുറകിൽ നമ്മുടെ സുഹൃത്ത് അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്യാമറ നിങ്ങൾക്ക് കാണാമല്ലോ. ഞാൻ ഈ സൈഡിൽ, അതായത് ഞാൻ പകൽ സമയം ഈ ഒരു ക്യാമറ വയ്ക്കുന്ന സ്ഥലങ്ങളും ഷൂട്ട് ചെയ്യുന്ന സ്ഥലങ്ങളും ഒക്കെ നിങ്ങളെ കാണിച്ചിരിക്കുന്നു. ഈ ഒരു ഫുൾ കളറുള്ള ഈ ഒരു നമ്മുടെ ഹൈ ഫോക്കസിൻ്റെ ഡാർക്ക് ഹണ്ടർ എന്ന് പറയുന്ന ഈ ക്യാമറ, അതിൻ്റെ ആ ലൈറ്റ് പ്രകാശിക്കാതെ തന്നെ നമുക്ക് ഫുള്ളായിട്ടുള്ള അത് നല്ല പിക്ചറാണ്. അതായത് പകൽ വെളിച്ചത്തിൽ കാണുന്ന പോലുള്ള ഒരു പിക്ചറാണ് നമുക്ക് ഈ ഒരു സ്ക്രീനിലേക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പിക്ചർ കാണുമ്പോൾ കണ്ടാൽ മനസ്സിലാവും. നമ്മുടെ സുഹൃത്ത് അവിടെ നിൽപ്പുണ്ട്, രാജേഷ് ഭായി അവിടെ നിൽക്കുകയാണ്. രാജേഷ് ഭായി അവിടെ നിന്നപ്പോൾ നിങ്ങൾക്കത് ഏകദേശം ആ പിക്ചർ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. അതായത് അദ്ദേഹം അവിടെ നിൽക്കുന്ന ആ സ്ഥലത്ത് നല്ല കൂരിരുട്ടാണ്. അത് ഞാൻ നിങ്ങളെ ഇപ്പം തിരിച്ച് ക്യാമറയിലേക്ക് കൊണ്ട് കാണിക്കാം. ക്യാമറ തിരിച്ച് നിങ്ങളെ കാണിക്കുന്നുണ്ട്. ഇത് സ്ക്രീനിൽ ആ ക്യാമറ അവിടെ വെച്ചിട്ട് കാണിക്കുന്ന പിക്ചറാണ് ഇത്. അതായത് ആ മൊബൈല്, അദ്ദേഹം നമ്മുടെ മൊബൈലിൻ്റെ ടോർച്ച് ഓൺ ആക്കിയിട്ട് അദ്ദേഹം നിൽക്കുന്ന പിക്ചർ നിങ്ങൾ കണ്ടോ? ഇത് റിയൽ ആയിട്ടുള്ള കാര്യമാണ്, അല്ലാതെ നമ്മൾ ഇതിനകത്ത് എഡിറ്റ് ചെയ്തിട്ട്
അതിൻ്റെ ഒരു പെർഫോമൻസ് മാറ്റിയതൊന്നുമല്ല. ആ മൊബൈലിൻ്റെ ആ ഒരു ടോർച്ചിൻ്റെ വെട്ടം അവിടെ നിൽക്കുന്നുണ്ടോ, അദ്ദേഹം നിൽക്കുന്നുണ്ടോ? ഇത് മുറ്റത്തൊന്നും വെട്ടമൊന്നുമില്ല, പൂരി ഇരുട്ടാണ്, നമ്മൾ പകൽ കാണിച്ച അതേ സ്പേസിൽ. അപ്പോൾ ഈ ഒരു പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, മൊബൈൽ ടോർച്ച് കണ്ട് അദ്ദേഹം ഓഫ് ചെയ്തു. അപ്പോൾ അദ്ദേഹം നിൽക്കുന്ന സ്പേസിൽ പൂരി ഇരുട്ടാണ്. അപ്പോൾ അദ്ദേഹം എവിടെയാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇരുട്ട്, ഫുള്ള് ഇരുട്ടാണ്. അതുപോലെ തന്നെ ക്യാമറയുടെ ആ ലൈറ്റ് പ്രകാശിക്കുന്നില്ല എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതായത് ഡാർക്ക് ഹണ്ടർ എന്ന ഈ ഒരു ക്യാമറ വന്നിരിക്കുന്നത്. അപ്പോൾ അത്രയും ഒരു ഇരുട്ടുള്ള പ്രദേശത്ത് ഈ ലൈറ്റ് പോലും പ്രകാശിക്കാതെ ആ ഒരു അത്രയുള്ള കാര്യങ്ങൾ, അതായത് നമ്മുടെ ആ പുറമേ ഉള്ള അത്രയും കാര്യങ്ങൾ കംപ്ലീറ്റ് ആ കളറായിട്ട് തന്നെ എന്നുള്ള പിക്ചർ നമുക്ക് അവിടെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ പിക്ചർ കാണുമ്പോൾ മനസ്സിലാവും, ഉച്ചയ്ക്ക് ഞാൻ കാണിച്ച ആ ലൊക്കേഷൻ, സെയിം ലൊക്കേഷൻ രാത്രിയിലെ ലൈറ്റ്. അപ്പോൾ ദൂരെയൊക്കെ നിങ്ങൾ കാണുമ്പോൾ ലൈറ്റൊക്കെ കത്തി കിടപ്പുണ്ട്, പല വീടുകളിലെയും ലൈറ്റുകളൊക്കെ. എന്നാലും നമ്മുടെ ആ ഒരു കാണുന്ന പിക്ചറിനകത്ത് ഏതെങ്കിലും കോമ്പൗണ്ടിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം അവിടെ നിൽക്കുന്നത് കറക്റ്റായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അതായത് ആ ചെടികളുടെ ആ പച്ചപ്പും കാര്യങ്ങളൊക്കെ അത്ര ക്ലിയർ ആയിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട്. ഇപ്പം ഞാൻ തന്നെ ഈ ഒരു പിക്ചർ കണ്ടപ്പോൾ എനിക്ക് തന്നെ ഒരു അതിശയം തോന്നി. ഈ ക്യാമറയുടെ ഒരു പ്രത്യേകത അത് അവർ പറഞ്ഞപ്പം എനിക്കത് ആദ്യം വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷേ ഞാനിത് ചാലുവാക്കി ആ മോണിറ്റർ കണ്ടപ്പോൾ, ഞാനിത് ടെസ്റ്റിന് പോയതാണ്, ടെസ്റ്റിന് പോയി കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. ഇതിൻ്റെ ആ ഒരു പെർഫോമൻസ് 4 MBക്ക് അന്യായ ക്ലാരിറ്റിയാണ് എനിക്ക് കണ്ടത്. ഞാനപ്പോൾ അതുകൊണ്ടാണ് ഇതെല്ലാം ഷൂട്ട് ചെയ്തത്. കാരണം ഈ ഒരു ക്ലാരിറ്റി എങ്ങനെയുണ്ട് എന്ന് മറ്റുള്ളവർക്ക് കാണിക്കുവാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ ഫേസ്ബുക്കിൽ മറ്റൊരാളും ഇതുപോലെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഈ ഒരു ക്യാമറയെക്കുറിച്ച്. അപ്പോൾ അദ്ദേഹവും ഇത് തന്നെയാണ് പറഞ്ഞിരുന്നത്. കാരണം ലൈറ്റ് കത്താതെ തന്നെ നല്ലൊരു പിക്ചർ നമുക്കവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ലൈറ്റ് പ്രകാശിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ നല്ല കൂരിരുട്ട് വന്നാൽ ആ ലൈറ്റ്, അതായത് ഇപ്പം ഈ നോർമലി കിട്ടാത്ത ഒരു പിക്ചർ അതിൽ വരുവാന്നുണ്ടെങ്കിൽ സെൻസ് ചെയ്ത് മാത്രമേ ആ ഒരു ലൈറ്റ് പ്രകാശിക്കുള്ളൂ. ഇപ്പം നിൽക്കുന്നുണ്ടോ, ആ രാജേഷ് ഭായി അവിടെ നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. കാരണം അവിടെ കംപ്ലീറ്റ് ഇരുട്ടാണ്, അദ്ദേഹത്തിന് അത് കാണാൻ വയ്യ. അപ്പം ഏകദേശം ഒരു നമ്മളൊരു വ്യക്തത കാരണമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കാനായിട്ട് പറഞ്ഞത്. അപ്പം ഇനി നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിലും നമ്മൾ ഇതുപോലെ തന്നെ ക്യാമറ വെക്കുന്നുണ്ട്. ഇത് നമ്മൾ ക്യാമറ വെച്ചേക്കുന്നത് നിങ്ങൾ കണ്ടു, അതിനകത്ത് ലൈറ്റ് വർക്ക് ചെയ്യുന്നില്ല. ഈ ഒരു ക്യാമറയുടെ വിഷ്വലാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പം നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കും, ഞാൻ ആ ക്യാമറ എടുത്ത് ആ സൈഡിൽ തന്നെ, അതായത് ഉച്ചയ്ക്ക് നിങ്ങൾ കണ്ട അതേ സെയിം പ്ലേസിൽ, സെയിം സ്ഥലത്ത് തന്നെയാണ് ഞാനിത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് രാത്രി. അപ്പോൾ ഈ ഒരു ക്യാമറ ലൈറ്റ് കത്തിയിട്ടില്ല. ലൈറ്റ് കത്തണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഇരുട്ട്, അതായത് കൂരിരുട്ട് വന്നത്, അതായത് ഈ ക്യാമറയ്ക്ക് ആദ്യ കഠിനമായിട്ടുള്ള ഇരുട്ടുണ്ടെങ്കിൽ മാത്രം, അതായത് ആ കിട്ടുന്ന പിക്ചറിനെക്കാട്ടി കൂടുതലായിട്ട് വ്യക്തത വേണമെന്നുണ്ടെങ്കിൽ മാത്രമേ ലൈറ്റ് കത്തുള്ളൂ. അപ്പോൾ സാധാരണ നമ്മുടെയൊക്കെ വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6-6:30 ആകുമ്പോഴത്തേക്ക് ലൈറ്റ് ഓട്ടോമാറ്റിക് എത്തില്ല. ഇതെന്ന് പറഞ്ഞാൽ അതൊന്നുമില്ല, കണ്ടു കഴിഞ്ഞാൽ ഒരു ഡെമ്മി ഇരിക്കുന്ന പോലെ നമുക്ക് തോന്നുള്ളൂ. പക്ഷേ നല്ല സുന്ദരമായ ഒരു പിക്ചറാണ് കാണുന്നത്. അപ്പോൾ ഇനി ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മുടെ അടുത്ത ക്യാമറ ആ സൈഡിൽ ഞാൻ വെച്ചിട്ട്, അതായത് ഉച്ചയ്ക്ക് നിങ്ങളെ ഞാൻ വ്യക്തമായിട്ട് കാണിച്ചിരുന്നു ഈ ഒരു പിക്ചർ, അതായത് ഈ ഒരു ഓപ്പോസിറ്റ് സൈഡിലെ ദിശയിൽ വെച്ചിരിക്കുന്ന പിക്ചർ. ഇത് കണ്ടോ, ഇത് സ്ക്രീനിൽ കാണുന്നതാണ്, അല്ലാതെ ഞാനത് ഉച്ചയ്ക്ക് എടുത്ത് പിക്ചറല്ല. ഈ ഒരു സ്ക്രീനിൽ കാണുന്ന ടൈമിങ് ഞാനത് സെറ്റ് ചെയ്തില്ല, ടൈം തെറ്റായിട്ടാണ് വർഷങ്ങളും ടൈമും കാണിച്ചിരിക്കുന്നത് അവിടെ. സോറി, വർഷം മാത്രമാണ്, 2011 അതിനകത്ത് ആരും വന്ന് കമൻറ്റ് ചെയ്യേണ്ട, അത് ഞാനത് എഡിറ്റ് ചെയ്ത് സേവ് ചെയ്യാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. ആ ഒരു ക്യാമറ അങ്ങോട്ട് നീക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പിക്ചർ നിങ്ങൾ കണ്ടോ, അപ്പുറത്തെ പുരയിടവും ആ വീടും അതുപോലെ തന്നെ ആ തെങ്ങിനകത്തൊക്കെ ആരെങ്കിലും കയറിപ്പോയാൽ തന്നെ കാണുന്ന രീതിയിലുള്ള ഒരു വ്യക്തത ആ ഒരു ക്യാമറയിൽ എനിക്ക് കാണുവാനായിട്ട് സാധിച്ചു. അതും 4 MB ആണ് ഇപ്പോൾ ഈ കാണുന്ന ക്ലാരിറ്റി കേട്ടോ. IP ക്യാമറയാണ്, ഡാർക്ക് ഹണ്ടർ എന്നാണ് നമ്മളതിനെ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു വിഷ്വൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഇത് തോന്നി. കാരണം മറ്റുള്ള ക്യാമറയ്ക്ക് കിട്ടുന്നതിനെക്കാട്ടി കൂടുതൽ പെർഫോമൻസ് ഈ ഒരു ക്യാമറയ്ക്ക് കിട്ടി എന്നുള്ളത്, അത് എന്തായാലും ഹൈ ഫോക്കസിൽ ഞാൻ ഈ ഒരു കാര്യത്തിൽ സമ്മതിച്ചിരിക്കുന്നു. നല്ല ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് 22 ഇഞ്ചിൻ്റെ ഒരു LED മോണിറ്ററാണ്, അത്യാവശ്യം ഫുൾ HD ടൈപ്പുള്ള ഒരു മോണിറ്ററാണ് ഞാൻ ഈ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല പിക്ചറാണ് എനിക്ക് അവിടെ കാണുവാനായിട്ട് സാധിച്ചത്. ഇത് NVR ആണ്, അതുപോലെ തന്നെ IP ക്യാമറയാണ്, 4 MB ഹൈ ഫോക്കസ് ആണ് കമ്പനിയുടെ പേര്. ക്യാമറ അവിടെ ഞാൻ ഉച്ചയ്ക്ക് നിങ്ങളെ കാണിച്ച സ്പേസിൽ തന്നെയാണ്. ഈ ഒരു ഇരുട്ടുള്ള പ്രദേശമാണ് നമ്മൾ കളറായിട്ട് ഈ ക്യാമറയിലൂടെ കാണുന്നത്. അത് നിങ്ങൾ വ്യക്തമായിട്ട് ഓർക്കണം. ഇത് എഡിറ്റ് ചെയ്ത് മാറ്റിയതോ കയറ്റിയതോ ഒന്നും അല്ല. അത് നിങ്ങൾ കണ്ടല്ലോ, ആ വീടും അതുപോലെ തന്നെ ആ പുരയിടവും കാര്യങ്ങളും ഒക്കെ ആ ഈ ഇരുട്ടുള്ള സ്പേസിൽ ഈ ക്യാമറയുടെ ലൈറ്റ് പോലും വർക്ക് ചെയ്യാതെയാണ് ഈ ഒരു അടിപൊളി പിക്ചർ, അതായത് കളർ പിക്ചർ നമുക്ക് അവിടെ ആ സ്ക്രീനിൽ കാണാൻ ഒക്കുന്നത് കേട്ടോ. അതൊരു പ്രത്യേകത. അത് ഈ ഡാർക്ക് ഹണ്ടർ എന്ന് പറയുന്ന ഇതിനെ ആ ഒരു പേരിൽ അറിയപ്പെടുന്നുണ്ട് ഈ ഒരു ക്യാമറ. അത് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നല്ല അടിപൊളി, അതായത് ഏതൊരു വ്യക്തി എതിരെ ഒളിഞ്ഞു പോയാലും ഒരു ബ്ലാങ്ക് സ്പോട്ടും ഇല്ലാതെ, അതായത് ഒരു ഡാർക്ക്നെസ്സും ഒരു മരത്തിൻ്റെ ഒരു നിഴലിനോ മറ്റു കാര്യങ്ങളോ ഒന്നും വരാതെ
നമ്മൾ സാധാരണ ക്യാമറയിലൊക്കെ ഇപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ വെച്ചിരുന്നാൽ എവിടെയെങ്കിലുമൊക്കെ ഒരു ബ്ലാക്ക് സ്പോട്ടുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പക്ഷെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അത്ര പെർഫോമൻസ് ആയിട്ട് എനിക്ക് ഇതിനകത്ത് കാണുവാനായിട്ട് സാധിക്കും. ക്യാമറ കണ്ടല്ലോ നിങ്ങൾ ഇരിക്കുന്നത്. ഈ ഒരു ക്യാമറ ഞാൻ ഉച്ചയ്ക്ക് പറഞ്ഞു അവിടെ തന്നെ വെച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്യും. അപ്പോൾ അതിൻ്റെ ലൈറ്റ് വർക്ക് ചെയ്യുന്നില്ല, അത് നിങ്ങൾക്ക് കാണാം. ഇത് എഡിറ്റിങ്ങോ ഒന്നും അല്ലേ, അത് ഞാൻ വീണ്ടും പറയുന്നു. വെറുതെ ആവശ്യമില്ലാതെ വന്ന് വെച്ച് നമ്മുടെ ചാനലിന് അടിയിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യാൻ നിൽക്കേണ്ട. കാരണം ഇത് റിയലായിട്ട് ഞാൻ ഈ ഒരു ഷൂട്ട് ചെയ്ത് കാണിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള ഹൈ ഫോക്കസിൻ്റെ ഒക്കെ ക്യാമറകൾ മിക്കവാറും എല്ലാ കടകളിലും ഒക്കെ നമ്മുടെ കേരളത്തിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ഹൈ ഫോക്കസിൻ്റെ ഈ ഡാർക്ക് ഹണ്ടർ 4 MB അതും അല്ലെങ്കിൽ 2 MB ഇത് ക്ലാരിറ്റിയൊക്കെ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ, അതായത് ഇതുപോലെയുള്ള പിക്ചറൊക്കെ നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഷോപ്പുകളിൽ ചോദിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റാളറോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഡാർക്ക് ഹണ്ടർ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇതേപോലുള്ള ക്യാമറകൾ വെക്കും. അപ്പോൾ ഇത് ഡേ ആൻഡ് നൈറ്റ് ഫുൾ കളറായിട്ടുള്ള ക്യാമറയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ടാൽ, അതുപോലെ എൻ്റെ ചാനലിലെ പല വീഡിയോകൾ വെറൈറ്റി ആയിട്ടുള്ളത് ഇതുപോലെ ടെക്നിക്കൽപരമായിട്ടുള്ളത് അല്ലാത്തതൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഓരോന്നായിട്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബെൽ ബട്ടൺ എനേബിൾ ചെയ്തു വെച്ചാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. വീഡിയോ കണ്ടതിന് നന്ദി.